ഒരു വർഷം മുന്നേ എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥ ഇതൊന്നും അല്ലായിരുന്നു. തലയെല്ലാം ഫുള്ള് മുടിയെല്ലാം പോയി ഭയങ്കര മോശമായിട്ടൊരു അവസ്ഥയായിരുന്നു. ഞാൻ ഈ മിനോക്സിലോ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു വിഗ് വെക്കുന്നതിനെ പറ്റി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സർജറി കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സർജറി കഴിഞ്ഞിട്ട് ആകെ എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് മുടി എടുത്ത് കഴിയുമ്പം നമസ്കാരം, ഞാൻ പ്രവീൺ. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷമായി. അപ്പം ഒരു വർഷമായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെക്കപ്പിനായിട്ട് വന്നതാണ്. ചെക്കപ്പിനായിട്ട് വന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ചെക്കപ്പിന് വന്നതാണ്. എനിക്ക് ശശി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മേമാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. മേഡത്തെ തന്നെ ഇന്ന് കാണാൻ പറ്റി. ഒരു വർഷം മുന്നേ എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥ ഇതൊന്നും അല്ലായിരുന്നു. തലയെല്ലാം ഫുള്ള് മുടിയെല്ലാം പോയി ഭയങ്കര മോശമായിട്ടൊരു അവസ്ഥയായിരുന്നു. പാരമ്പര്യമായിട്ട് ഒക്കെ വന്നാന്ന് തോന്നുന്നു. എന്തായാലും തലയിൽ മുടി ധാരാളം പോയിട്ടുണ്ടായിരുന്നു. ഒരു 4500 ഗ്രാഫ്റ്റാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ പറഞ്ഞ മിനോക്സിലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തന്നിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സ്, ഒരു മാസം 2 മാസത്തേക്കുള്ള ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായപ്പോൾ ഇനി എന്താണ്, ഇനി മുടി പൊഴിച്ചിലുണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ ഈ മിനോക്സിലോ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ മാം പറഞ്ഞത് മുടി പൊഴിച്ചിലില്ല എങ്കിലൊന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിലും. അന്ന് നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മളെ അന്നെങ്ങനെയാണോ വന്ന ട്രീറ്റ്മെൻറ്റിന് മുന്നേ വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളോടുള്ള സമീപനമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. ട്രാൻസ്പ്ലാന്റിന് മുന്നേ എനിക്ക് ഈ കഷണ്ടി കയറാൻ തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ നിറയെ മുടിയുള്ളത് കൊണ്ട് ഈ മുടിയങ്ങ് പൊഴിഞ്ഞു പോയി കഴിഞ്ഞപ്പം ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടി സെൽഫി എടുക്കുമ്പോഴും എവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മളെ നോട്ടം ആദ്യം പോകുന്നത് നമ്മുടെ തലയിലേക്കാണ്. അപ്പോൾ മുടി പോയി കഴിയുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്, ഒരു വിഗ് വെക്കുന്നതിനെ പറ്റി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മഹേഷ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളീനെ വിളിച്ചു. അപ്പോൾ അങ്ങനെ പുള്ളിയാണ് എന്നെ ഡെൻസിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡെൻസിറ്റി വരുന്നതും ചെയ്തതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ എന്തോന്നാലും നിലവിൽ വളരെ ഹാപ്പിയായിട്ടാണ് പോകുന്നത്. കൺസൾട്ട് ചെയ്ത സമയത്ത് ഇത്രയും മുട്ടി നമുക്കൊരു മാറ്റം ഉണ്ടാവും എന്നെനിക്കറിയായിരുന്നു. ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്ക് വെക്കുന്ന കുറേ പൊഴിഞ്ഞൊക്കെ പോവും. ഫുള്ളൊരു ഇത്രയും നല്ലൊരു തിക്കായിട്ട് ഒരു റിസൾട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യമൊന്നും മെനയാവാം എന്ന് മാത്രമാണ് വിചാരിച്ചിരുന്നത്. എന്തായാലും വളരെ നന്നായിട്ട് തന്നെ വെച്ച മുഴുവൻ എനിക്കങ്ങനെ ഒത്തിരി മുടി പോയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. ഈ എന്തുവന്നാലും വെച്ചാൽ ഒരു 80 അല്ലെങ്കിൽ 90% മുകളിൽ തന്നെ എൻ്റെ വെച്ച അത്ര മുടി കിട്ടിയിട്ടുണ്ട്. പൊഴിഞ്ഞു പോയിട്ടില്ല, അങ്ങനെ വലിയ കാര്യമായിട്ട് പൊഴിഞ്ഞു പോകുന്നൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. സർജറി കഴിഞ്ഞിട്ട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സർജറി കഴിഞ്ഞിട്ട് ആകെ എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് മുടി എടുത്ത് കഴിയുമ്പം നമുക്ക് ആദ്യത്തെ ഒരു 2-3 ദിവസം വന്ന് ഉണങ്ങുന്നതിന് വരെ കിടക്കാനുള്ളൊരു ബുദ്ധിമുട്ടല്ലാതെ എനിക്ക് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ തലവേദന ഉണ്ടാവും എന്നൊക്കെ. എനിക്കിപ്പോൾ ഒരു വർഷമായിട്ട് എനിക്ക് ഞാൻ ഒത്തിരി വെയിൽ കൊള്ളാറുണ്ട്, ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ എനിക്കങ്ങനെ അതിൻ്റെ ഒരു പെയിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടൊരു തലവേദനയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് 3 PRP 4 PRP എന്നാണ് പറഞ്ഞത്. ആ 4 PRP എടുത്തു. അത് കൃത്യ ടൈമിന് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും PRP എടുത്തു. PRP എല്ലാം വളരെ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ അവൈലബിളായി വന്നപ്പോഴെല്ലാം എനിക്ക് PRP ഇവിടെ നിന്ന് ചെയ്തു തന്നു. നല്ല അഭിപ്രായമാണ് മാം. വളരെ നല്ല രീതിയിൽ തന്നെ അന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ഏതാണ്ട് രാത്രി 11 മണി വരെ നീണ്ടായിരുന്നു. മാം അത്രയും സമയം അവിടെ തന്നെ നിന്ന്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം ക്ലീനായിട്ട് നോക്കി മാം തന്നെ നിന്ന് ചെയ്തിട്ടാണ് പോയത്. നല്ല അഭിപ്രായമാണ് മാമിനെ പറ്റി. മാം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു 100-100 മാർക്കും കൊടുക്കും.